അസ്സലാമലൈക്കും. വെൽക്കം ടു മൈ ചാനൽ ഇങ്ക് ആൻഡ് അഡോൾ. ഇന്ന് ഞാനിവിടെ പറയുന്നത് അറബിക് ലെറ്റേഴ്സ് യൂസിങ് ഡബിൾ പെൻസിൽ മെത്തഡാണ്. ഈ ചാനൽ ഇഷ്ടപ്പെട്ടത് പ്ലീസ് സബ്സ്ക്രൈബ്. അതിന് വേണ്ടത് നമുക്ക് 2 പെൻസിൽ, ഒരു മാർക്കർ, 2 റബ്ബർ ബാൻഡ്. ഓക്കെ, ഈ പെൻസിൽ നല്ലവണ്ണം ടൈ ചെയ്യുക. അതായത് ഒന്ന് കുറച്ച് പൊന്തിയും ഒന്ന് താഴ്ത്തിയുമാണ് പെൻസിൽ ടൈ ചെയ്യേണ്ടത്. അത് നിങ്ങളുടെ കംഫർട്ടബിൾ അനുസരിച്ചിരിക്കും. ചിലവർ അതായത് സെയിം ലെവലിൽ തന്നെയാണ് പെൻസിൽ ടൈ ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് അലിഫ് എഴുതുന്നത് ഡബിൾ പെൻസിൽ കാലഘട്ടത്തിൽ എങ്ങനെയാണെന്ന് നോക്കാം. പെൻസിൽ ചിരിച്ച് മേടിച്ച് വേണം നാം അലിഫ് എഴുതുന്നത്. അതായത് നമ്മൾ പെൻസിൽ എങ്ങനെ പിടിച്ചിരിക്കുന്നത് എന്നതാണ് നാം ഡബിൾ പെൻസിൽ മെത്തേഡിൽ എങ്ങനെ അത് ലെവലായി വരിക എന്നത്. അതായത് പെൻസിൽ ചിരിച്ച് പിടിച്ചാണ് ഞാനിപ്പോൾ അലിഫ് എഴുതിയിരിക്കുന്നത്. അലിഫ് എഴുതുമ്പോൾ നമ്മൾ എപ്പോഴും പെൻസിൽ ചിരിച്ച് വേണം പിടിക്കാൻ. ഇപ്പോൾ പെൻസിൽ കുറച്ചുകൂടി കുത്തനെ പിടിച്ചു. അപ്പോൾ ആ ഒരു ഡിഫറൻസ് നോക്കി, ആ തിക്നെസ്സിൽ ഡിഫറൻസ് വന്നു. കുറച്ചുകൂടി കുത്തനെ പിടിച്ചു. അപ്പോൾ നോക്കിയാൽ കുറച്ചും കൂടി ആ തിക്നെസ് ചെറുതായി. വീണ്ടും കുത്തനെ പിടിച്ചു. കുത്തനെ, അതായത് ഒറ്റ ലൈനായി വരും. അതുപോലെ നാം പെൻസിൽ പിടിക്കുന്ന രീതി പോലെ ഇരിക്കും. അതായത് ആ പെൻസിൽ ചിരിച്ച് പിടിക്കുകയാണെങ്കിൽ ആ ഒരു നല്ല വെടുത്ത് കിട്ടും. നല്ലവണ്ണം ചിരിച്ച് പിടിക്കുകയാണെങ്കിൽ. വീണ്ടും കുറച്ച് കുത്തനെ പിടിക്കുകയാണെങ്കിൽ കുറച്ച് തിക്നെസ് കുറയും. വീണ്ടും നല്ലവണ്ണം കുത്തനെ പിടിക്കുകയാണെങ്കിൽ. അതാണ് ഡബിൾ പെൻസിൽ കാലിഗ്രഫിയിൽ നാം അറിഞ്ഞിരിക്കേണ്ട പ്രത്യേക ടിപ്സ്. അതറിയാമെങ്കിൽ ഏതൊരാൾക്കും ഏതൊരു ബിഗിനേഴ്സിനും ഡബിൾ പെൻസിൽ കാലിഗ്രഫി ഈസിയായി ചെയ്യാൻ പറ്റും. മറ്റുള്ള ഈ വാവ് താഴെ ആ ഒരു സെക്ഷനിൽ മിക്ക സെക്ഷനിലും പെൻസിൽ കുത്തനെയാണ് പിടിക്കേണ്ടത്. ഈ അലിഫ് പോലുള്ള സെക്ഷനിൽ മാത്രമേ പെൻസിൽ ചിരിച്ച് പിടിക്കേണ്ടൂ. ഓരോരുത്തർ ഞാൻ ബിഗിനേഴ്സിന് വേണ്ടി പറയാണ്. അത് നമുക്ക് നാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ പെൻസിൽ പിടിച്ച് അതായത് നമ്മൾ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പെൻസിൽ പിടിച്ചാൽ മതി. ഓക്കെ, അലിഫ്. നെക്സ്റ്റ് ബാവ് താഴെ 2 ടൈപ്പ്, അതായത് ബാവ് 2 ടൈപ്പിൽ എഴുതാം. ആ ഒരു രീതിയിലും എഴുതും. ഞാനിപ്പോൾ അലിഫ് ബാവ് സാറ് കാണിക്കുന്നില്ല, കാരണം ആ ഒരു നുക്ത എന്ന് പറയുന്നത് മുകളിൽ സാറിന് ഒന്നുകൂടി ആ താഴിൻ്റെ കൂടെ ഇടുകയാണെങ്കിൽ നമുക്ക് അത് സഹായി. ഓക്കെ, അതുകൊണ്ട് തന്നെ ഞാൻ ബാവ് 2 രീതിയിൽ എഴുതുന്നതാണ് കാണിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ഹാവ്. ഓക്കെ, ഹാവും ജീമും. ഹാവ് മറ്റൊരു രീതിയിൽ എഴുതുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഏത് രീതിയിലും ഹാവ് എഴുതാം. ഓക്കെ, ഇതിലും ഹാവ് ജീമും. ഇതിൻ്റെ കേസിലും നുക്ത ഇടുന്നതിനനുസരിച്ച് ആ അക്ഷരങ്ങൾ നമുക്ക് എഴുതാൻ പറ്റും. അതുകൊണ്ട് ഞാൻ 2 സ്റ്റൈലിൽ എഴുതുന്നതായി ഞാൻ കാണിക്കുന്നു. ബാക്കി നിങ്ങൾ നുക്ത ഇടുന്നതനുസരിച്ച് അത് ഹാവും ജീമും ഹാവും ആയി. ഹായിന് മുകളിൽ നുക്ത, ജീമിന് താഴെ നുക്ത, ഹായിന് നുക്തയേ ഇല്ല. ആ ഒരു രീതിയിൽ എഴുതുക. നെക്സ്റ്റ് ദാൽ എങ്ങനെ എഴുതണമെന്ന് നോക്കാം. ദാലിനും നാം പെൻസിൽ കുത്തനെയാണ് പിടിക്കേണ്ടത്. വലതും ഡൗട്ടുള്ളവർ കമൻറ്റിൽ ചോദിക്കുക. അപ്പോൾ ദാലിന് അതുപോലെ തന്നെ മേലെ നുക്ത ഇട്ട് കഴിഞ്ഞാൽ അത് ഇതായി സാലായി. നെക്സ്റ്റ് റാ ആണ്. റാവും 2 ടൈപ്പ് നമുക്ക് എഴുതാൻ പറ്റും. റാവും സാവും അതുപോലെ 2 ടൈപ്പിൽ റാ എഴുതുന്നതാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. സാഹിന് ഒരു നുക്ത മുകളിലിട്ട് കഴിഞ്ഞാൽ അത് സാ ആയി. മറ്റൊരു രീതിയിൽ എഴുതുന്ന റാ ആണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. പെൻസിൽ കുത്തനെയാണ് നാം പിടിക്കേണ്ടത്. മിക്ക കേസുകളിലും പെൻസിൽ നാം കുത്തനെയാണ് പിടിക്കേണ്ടത്. അലിഫ് പോലുള്ള സെക്ഷനുകൾ മാത്രമേ ചിരിച്ച് പിടിക്കേണ്ടതുള്ളൂ. അത് ഞാൻ ബിഗിനേഴ്സിന് പറയുന്നതാണ്. അത് നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ എഴുതുക. ഓക്കെ, മാർക്കർ ഉപയോഗിച്ചുകൊണ്ട് അതിന് ഔട്ട്ലൈൻ വരാം. അറബിക് ലെറ്റേഴ്സ് എന്ന് പറയുന്നത് കുറച്ച് ലെറ്റേഴ്സ് മാത്രമേ നമ്മൾ കാര്യമായി പഠിക്കേണ്ട ആവശ്യമുള്ളൂ. ബാക്കി നുക്ത അങ്ങോട്ടും ഇങ്ങോട്ടും താഴെ മുകളിലൊക്കെ എഴുതുന്നതിനനുസരിച്ച് ആ അക്ഷരങ്ങൾ മാറിക്കൊള്ളും. നമുക്ക് ഡബിൾ പെൻസിൽ മെത്തേഡിൽ എഴുതുകയാണെങ്കിൽ കാലിഗ്രഫി ഈസിയായി തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. നല്ലൊരു കോൺഫിഡൻ്റ് ആയിരിക്കും. കലം ഉപയോഗിച്ച് ചെയ്യുന്നതിനേക്കാളും എനിക്ക് കംഫർട്ടബിലിറ്റി, അതായത് കോൺഫിഡൻറ്റ് വരുന്നത് ഈ ഡബിൾ പെൻസിൽ മെത്തേഡിലാണ്.
കലം എഴുതുന്ന ഇത് കലം യൂസ് ചെയ്തുകൊണ്ട് കാലിഗ്രഫി ചെയ്യുന്നത് ഞാൻ മറ്റൊരു വീഡിയോയിൽ നെക്സ്റ്റ് ഇടുന്നതാണ്. ജീം ഈ ഒരു മെത്തഡിലും എഴുതാം. മോഡേണാലിറ്റിയിൽ മറ്റൊരു രീതിയിൽ എഴുതുന്നതാണ് ഈ ജീം ഹാവ്. ഇതൊക്കെ ഈ ജോയിൻറ്റ് സെക്ഷൻ കറക്റ്റ് എഴുതുന്നതാണ് നമുക്കൊരു ലുക്ക്, അതായത് കാലിഗ്രഫിയുടെ ഒരു ഇത് കിട്ടുന്നത്. ആ ജോയിൻറ്റ് സെക്ഷൻ എന്നുള്ളത് നമ്മൾ കറക്റ്റ് ആക്കിയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്കൊരു 2D ലുക്കിൽ ഈ ഡബിൾ പെൻസിൽ മെത്തേഡിൽ അത് ആ ഒരു രീതിയിൽ നമുക്ക് ലഭിക്കുകയുള്ളൂ, ആ ഒരു സ്റ്റൈലിൽ ലഭിക്കുകയുള്ളൂ. സീൻ എങ്ങനെ എഴുതുന്നതെന്ന് നോക്കാം. അതിനാൽ നാം പെൻസിൽ കുത്തനെയാണ് പിടിക്കേണ്ടത്. സീനിൻ്റെ മുകളിൽ ജോയിൻറ്റ് സെക്ഷൻ എവിടെയൊക്കെയാണ് വരുന്നത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. സീനിന് മുകളിൽ 3 നുക്ത ഇടുകയാണെങ്കിൽ അത് ഷീന എന്ന് പറയും. നുക്ത എന്താണെന്ന് നിങ്ങൾക്കറിയാമെന്ന്, ഈ കാലിഗ്രഫി ചെയ്യുന്നവർക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. അതിനെപ്പറ്റി അറിയാത്തവർ കമൻ്റ് ഇടുക. സ്വാദ് വാദ് എന്നത് അതുപോലെ ഒരുപോലെയാണ്. അതായത് സ്വാദിന് മുകളിൽ ഒരു നുക്ത ഇട്ട് കഴിഞ്ഞാൽ അവിടെ ഒരു ജോയിൻറ്റ് സെക്ഷൻ. ഓക്കെ, ഒരു നുക്ത ഇട്ട് കഴിഞ്ഞാൽ അത് വാദായി. നെക്സ്റ്റ് ത്വാ എങ്ങനെ എഴുതുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് അലിഫിട്ട് അലിഫ് എഴുതുമ്പോൾ നമ്മൾ എപ്പോഴും പെൻസിൽ ചെരിച്ചിട്ടിരിക്കുക. അലിഫ് എഴുതുമ്പോൾ പെൻസിൽ കുത്തനെ പിടിച്ചാലും പ്രോബ്ലം ഒന്നുമില്ല. ബട്ട് നാം കുത്തനെ പിടിച്ച പെൻസിൽ പിടിക്കുകയാണെങ്കിൽ ആ ഒരു അലിഫിന് ഇതിൻ്റെ ലൈനും തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത് അടുത്തിരിക്കും. അതായത് നമുക്ക് അതിൻ്റെ ഒരു ഇത് കിട്ടുന്ന സ്റ്റൈൽ കിട്ടുന്നത് അത് കുറച്ചൊരു വെടുത്തുണ്ടാവുമ്പോഴാണല്ലോ. അപ്പോൾ ത്വാന് മുകളിൽ ഒരു നുക്ത ഇടുക. നെക്സ്റ്റ് അയന് എങ്ങനെയാണെന്ന് നോക്കാം. അയന് നമുക്കും അതുപോലെ അതായത് ജോയിൻറ്റ് സെക്ഷൻ. ആ ജോയിൻറ്റ് സെക്ഷൻ എപ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അത് ശരിയായാൽ മാത്രമേ അത് നമുക്കൊരു കാലിഗ്രഫി ലുക്കിൽ കിട്ടുകയുള്ളൂ. അയനും മൊയിനും എങ്ങനെയാണ് നോക്കാം. അയന് 2 രീതിയിൽ ചെയ്യുന്നത് ഞാനിവിടെ കാണിക്കുന്നുണ്ട്. ജോയിൻറ്റ് സെക്ഷൻ എപ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ വീണ്ടും എടുത്ത് പറയുകയാണ്. അതൊന്നുമല്ല, അത് ലെവലായാൽ മാത്രമേ നമുക്ക് കാലിഗ്രഫി ഫുള്ളായി വരുന്നുള്ളൂ. കാഫ് എങ്ങനെ എഴുതുന്ന നോക്കാം. ഫാവിന് ഒരു ജോയിൻറ്റ് സെക്ഷൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫായിനാണെങ്കിൽ ഒരു നുക്ത മുകളിലും കാഫിനാണെങ്കിൽ 2 നുക്ത മുകളിലുമായി ഇടുക. കാഫിന് 2 നുക്ത. ഞാൻ ഒന്നിൽ തന്നെ 2 കാണിക്കുകയാണ്. വീഡിയോ ലോങ് ആവണ്ട എന്ന് കരുതിയാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. നെക്സ്റ്റ് ബോട്ടം വരയുക. ഓക്കെ, നെക്സ്റ്റ് കാഫ് ലാമ എങ്ങനെ എഴുതുന്നതെന്ന് നോക്കാം. കാഫ് വളരെ ഡീറ്റെയിൽ. ഓക്കെ, ജോയിൻറ്റ് സെക്ഷൻ കറക്റ്റ് ചെയ്യുക. നെക്സ്റ്റ് കാഫ് എന്ന് പറയുന്നത് മറ്റൊരു രീതിയിലും എഴുതാം.
ജോയിൻറ്റ് സെക്ഷനാണ്. നെക്സ്റ്റ് ലാമ. മീം എഴുതുന്നത് എങ്ങനെയാണ്? അപ്പോൾ മീമും 2 ടൈപ്പിൽ എഴുതാൻ പറ്റും. ജോയിൻറ്റ് സെക്ഷൻ കറക്റ്റ് ചെയ്യുക. നൂന്. നെക്സ്റ്റ് വാഹ്. വാഹിനെ കുത്തനെയാണ് പെൻസിൽ പിടിക്കേണ്ടത്. നെക്ക് കേസിലും കുത്തനെ തന്നെയാണ് പെൻസിൽ പിടിക്കേണ്ടത്. ഞാൻ പെൻസിൽ പിടിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിക്കൊള്ളൂ. പെൻസിൽ ഒന്ന് ചെറുതായി, ഒന്ന് താഴ്ത്തിയും ഒന്ന് മുകളിലായും പിടിക്കുന്ന രീതിയായിരിക്കും നല്ലത്. മറ്റൊരു സെയിം ലെവലിൽ പിടിച്ചാലും എഴുതാം. ബട്ട് അതാണ് കൂടുതൽ കംഫർട്ടായി എനിക്ക് തോന്നിയത്. നിങ്ങളുടെ ഇഷ്ടത്തിൽ ഞാൻ പിടിക്കുക. ഓക്കെ, നെക്സ്റ്റ് ബോർഡർ വരിക. പുറത്ത് നല്ല മഴയാണ്. സോ ഒരു ചെറിയ നോയ്സ് പ്രോബ്ലം ഉണ്ടാവാതിരിക്കാം. നെക്സ്റ്റ് ഹ അല്ല ലാം. ലാം എഴുതുന്നുണ്ടെന്ന്. നെക്സ്റ്റ് ഹാ. എനിക്ക് ഏറ്റവും എഴുതാൻ ഇഷ്ടമുള്ള ഒരു ലെറ്ററാണ് ഹാ. കാണുമ്പോൾ ഒരു ഇതെങ്ങനെ ബട്ട് അതൊരു എഴുതി ആദ്യം തന്നെ ടഫായിരിക്കും. അത് ലെവലായില്ല. പിന്നെ അത് നിങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ അത് ശരിയാവും. ആ ഉള്ളിലേക്ക് വരുമ്പോൾ ഒറ്റ ലൈനായി വരുന്ന രീതിയിൽ നാം പെൻസിൽ കുത്തനെ പിടിക്കാം. അതുപോലെ എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് അത് ഈസിയായി എഴുതാൻ പറ്റും.